പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരുടെയൊക്കെ ഒരു തവണ റിവിഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഈ വീഡിയോ കാണുക. ഇതിലത്തെ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. വളരെയധികം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുക. അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് വൺ വേർഡ്സ് ഒന്ന് നോക്കാം. If the debit side of income and expenditure account is more than the credit side, then the balance is deficit. Income and expenditure അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡ് കൂടുകയും ക്രെഡിറ്റ് സൈഡ് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ കൂടുകയും ഇൻകം കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്താണ് ബാലൻസ് കിട്ടുന്നത്? ഡെഫിസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായിട്ട് വരും? അത് സർപ്ലസ് ആയിട്ട് വരും. നേരെ മറിച്ച് എക്സ്പെൻഡിച്ചർ കുറവും ഇൻകം കൂടുതലാണെങ്കിൽ അത് സർപ്ലസ് ആണ്. നമുക്ക് അതിന്റെ ആൻസർ വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് എ ലയബിലിറ്റി. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആണ്. തേർഡ് വൺ, എ റെസിപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട്, റിസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് സിമിലർ ടു ക്യാഷ് ബുക്ക്. റിസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്തിനോട് ഒരുപോലെയാണ്? ഇതിനോട് സെയിം ആണെന്ന് പറയുന്നത് ക്യാഷ് ബുക്കിനോട് സിമിലർ ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകവും എക്സ്പെൻസസ് ആണ്. അതായത് എക്സ്പെൻസസ് ആൻഡ് ഇൻകം ആണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നോമിനൽ അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ബാലൻസ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഷോ ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ഓവർ ഡ്രാഫ്റ്റ്. അതായത് ബാലൻസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് നമുക്ക് കാണിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്കോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റോ ആയിരിക്കും. Then sixth one, income and expenditure account records the transaction of dash nature only. Income and expenditure account നമുക്കറിയാം കറണ്ട് ഇയറിലെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുക. അതായത് റവന്യൂ നാച്ചുറൽ ഓൺലി ആണ്. റവന്യൂ നാച്ചുറൽ ഐറ്റംസ് ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെയോ 5 മാർക്കിന്റെയോ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Write any 4 difference or 5 difference between receipt and payment account and income and expenditure account. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ എടുത്തു പോയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായി പഠിച്ചു പോവുക. പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. From the following particulars, calculate the subscription amount to be credited to the income and expenditure account for the year ending 31st December 2009. 2009 നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ തയ്യാറാക്കേണ്ട സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലേക്കുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2009, നമ്മുടെ കറന്റ് ഇയർ എന്ന് പറയുന്നത് ഇവിടെ 2009 ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുള്ളത് 50,000 ആണ്. അത് നമ്മൾ അങ്ങനെ തന്നെയാണ് എഴുതുക. അതാണ് ഫസ്റ്റ് എഴുതുന്ന ഐറ്റം. പിന്നെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2008. അതായത് 2008 കിട്ടാനുണ്ടായ സംഖ്യയായിരുന്നു 2000. അത് ശരിക്കും നമുക്ക് ഈ എമൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ എമൗണ്ടിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്ത് കാണിക്കണം. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കിട്ടാനുണ്ടായ തുകയായിരുന്നു. ഈ എമൗണ്ടിലുണ്ട്, അത് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. അടുത്തത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31st December 2009. ഇനിയും കിട്ടാനുള്ള ഈ കറണ്ട് ഇയറിലെ തുകയാണത് 3000. ഇനിയും കിട്ടാനുള്ള കറണ്ട് ഇയറിലെ തുകയാണ് 3000. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ക്രിപ്ഷൻ അപ്പം നമ്മൾ സാധാരണ ആഡ് ചെയ്തിട്ടാണ് കാണിക്കാറ്. ഇനിയും കിട്ടാനുള്ള കറണ്ട് ഇയറിലെ തുകയാണെങ്കിൽ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31st December 2009. മുൻകൂട്ടി കിട്ടിയ ഒരു വരിസംഖ്യയാണ്. 2009 നമുക്ക് മുൻകൂട്ടി കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ 2009 മുൻകൂട്ടി കിട്ടി എന്ന് പറയുമ്പോൾ അത് 2010 ആയിരിക്കും. 2010 എമൗണ്ട് നമുക്ക് 2009 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം?
സബ്സ്ക്രിപ്ഷനിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കേണ്ട ഒരു ഐറ്റം ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31st December 2008. 2008 നമുക്ക് മുൻകൂട്ടി വരിസംഖ്യ കിട്ടിയിട്ടുണ്ട്. അതായത് 2008 മുൻകൂട്ടി വരിസംഖ്യ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് 2009 വരിസംഖ്യയാണ്. അതായത് 2009 എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് ഇയറിലെ വരിസംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ 3500 ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ടാണ് കാണിക്കുക. അപ്പൊ നമുക്ക് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. അപ്പൊ ഈ ഐറ്റംസ് ഒന്ന് നന്നായി ശ്രദ്ധിച്ച് വായിക്കുക, ഇയർ നന്നായി വായിക്കുക, നമ്മുടെ കറണ്ട് ഇയർ നന്നായി അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലം തെറ്റുകൂടാതെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ എഴുതുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2009. 2009 സബ്സ്ക്രിപ്ഷൻ നമ്മൾ ആദ്യം കാണിക്കുന്നത് 50,000 ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യണം നോക്കാം. ആദ്യം ആഡ് ചെയ്യേണ്ടത് നമുക്ക് എന്താണ്? കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്. നമ്മളിവിടെ പറഞ്ഞു സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31st December 2009. അതായത് വരിസംഖ്യ നമുക്ക് എന്താണ് ഇനിയും കിട്ടാനുള്ള വരിസംഖ്യയാണ് ഈ വർഷത്തെ. അപ്പൊ ഈ വർഷം കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷത്തെ ഇൻകത്തിന്റെ കൂടെ അത് കാണിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യാണ് ചെയ്യുക. 3000 രൂപ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞത് മറ്റൊരു ആഡ് ചെയ്യാനുള്ള ഒരു ഐറ്റം ആണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31st December 2008. ഇവിടെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുള്ളത് റിസീവ്ഡ് മുന്നേ കൂട്ടി കിട്ടിയ വരിസംഖ്യയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം 2008 കിട്ടിയ വരിസംഖ്യ എന്ന് പറയുന്നത് മുന്നേ കൂട്ടി കിട്ടിയ 2008 വരിസംഖ്യ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് അല്ലെങ്കിൽ വരിസംഖ്യയായിട്ട് നമ്മൾ എഴുതേണ്ടത്. അതായത് 3500 എന്ന് പറയുന്നത് ഈ 3500 ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കാണിക്കുക. കാരണം 2008 നമ്മൾക്കിത് ലഭിച്ചിട്ടുണ്ട്, എന്നാൽ അത് ഈ വർഷത്തെ ഇൻകം ആണ്, 2009 ഇൻകം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 3500 ഇവിടെ ആഡ് ചെയ്ത് എഴുതുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മളിവിടെ എഴുതുന്നു. അതിനുശേഷം ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ലെസ് ചെയ്യേണ്ട ഐറ്റംസ് നോക്കാം. ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ കുറയ്ക്കേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st December 2008. 2008 നമുക്ക് കിട്ടിയ 2008 കിട്ടാനുണ്ടായ വരിസംഖ്യയാണ്. 2008 കിട്ടാനുണ്ടായ വരിസംഖ്യയാണ്. അത് ഈ വർഷത്തെ ഇൻകം അല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 2000 ലെസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st December 2009. 2009 വരിസംഖ്യ എന്ന് പറയുന്നത് മുന്നേ കൂട്ടി കിട്ടിയതാണ്. 2009 നമുക്ക് മുന്നേ കൂട്ടി കിട്ടുക എന്ന് പറയുമ്പോൾ അത് 2010 എമൗണ്ട് ആണ്. 2010 എമൗണ്ട് നമുക്ക് 2009 അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറില് കറണ്ട് ഇയറിൽ നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യാണ് ചെയ്യുക. അത് ഈ വർഷത്തെ ഇൻകം അല്ല, അത് അടുത്ത വർഷത്തെ ഇൻകം ആണ്. നമുക്ക് മുന്നേ കൂട്ടി ഈ വർഷം കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ 2500 നമ്മൾ ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് കിട്ടുന്നത് എത്രയാണ്? 52,000 ആണ്. 52,000 രൂപയാണ് ഈ വിധത്തിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രോബ്ലം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഡ്യൂറിംഗ് ദ ഇയർ 2004. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് നമുക്ക് തന്നിട്ടുണ്ട് 15,960. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 2005 ഡ്യൂറിംഗ് 2004. 2004 നമുക്ക് അഡ്വാൻസ് ആയിട്ട് 2005 സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് ലഭിച്ചിട്ടുണ്ട്. 2004 എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഇയറില് 2005 എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അഡ്വാൻസ് എമൗണ്ട് ആയതുകൊണ്ട് ഈ 1500 നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ ഇൻകം അല്ല, അതുകൊണ്ട് ലെസ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ December 2003. 2003 കിട്ടേണ്ട
എമൗണ്ട് 750 ഇപ്പോഴത്തെ ഈ എമൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അത് കഴിഞ്ഞ വർഷത്തെ ഇൻകം ആണ്. പക്ഷെ ഈ വർഷം കിട്ടി, എന്നാൽ അത് ഈ വർഷത്തെ നമ്മൾ ഇൻകം ആയിട്ട് പരിഗണിക്കില്ല. അതുകൊണ്ട് അത് ലെസ് ചെയ്യുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2004 ഡ്യൂറിംഗ് 2003. ഇവിടെ അഡ്വാൻസ് ആണ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. നമുക്കത് റിസീവ് ചെയ്തിട്ടുള്ളതാണ് 2003ലാണ്. എന്നാൽ 2003ലെ ഇൻകം അല്ല. അത് ഏത് ഇയറിലെ ഇൻകം ആണ്? 2004ലെ ഇൻകം ആണ്. 2004ലെ ഇൻകം ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കാണിക്കണം. ഈ വർഷത്തെ ഇൻകം ആണ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2004. 2004 കിട്ടേണ്ട ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ എമൗണ്ട് ആണ്. 2004 എന്ന് പറയുമ്പോൾ ഈ കറന്റ് ഇയറിൽ കിട്ടേണ്ട എമൗണ്ട് ആണ്. അത് ഈ വർഷത്തെ ഇൻകം ആയിട്ട് തന്നെ നമുക്ക് പരിഗണിക്കുന്നത് കൊണ്ട് അതിനെ ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഈ ഫോർമാറ്റിൽ എഴുതണമെന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന് പറയുന്ന ഈ എമൗണ്ട് ആണ് ആദ്യം നമ്മൾ എടുത്തെഴുതുക, 15,960. അതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ട ഈ വർഷത്തെ നമുക്ക് കറന്റ് ഇയറിൽ പരിഗണിക്കേണ്ട ഐറ്റംസ് ആണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ അതിലും ആദ്യം വരുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2004. സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തത് 2003 നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. ആ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുള്ള മുന്നേ കൂട്ടി നമ്മൾ അഡ്വാൻസ് എമൗണ്ട് ഇവിടെ പറഞ്ഞ മുന്നേ കൂട്ടി റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. 2003 നമ്മളൊക്കെ എമൗണ്ട് കിട്ടിയെന്ന് വിചാരിച്ചാലും അത് 2004ലെ ഇൻകം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് 710 രൂപ ഇവിടെ ആഡ് ചെയ്ത് കാണിക്കുന്നു. അതുകൂടാതെ ആഡ് ചെയ്യുന്ന മറ്റൊരു ഐറ്റാണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31st December 2004. നമുക്ക് ഈ വർഷം കിട്ടേണ്ടതായിട്ടുള്ള സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് ആണ് നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത്, 500 രൂപ. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് എന്ത് വരുന്നത്? ആഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുക 17,170 ആണ്. ഇതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ലെസ് ചെയ്യണം എന്നുള്ളത് നോക്കാം. നമുക്ക് മുന്നേ കൂട്ടി ലഭിച്ച എമൗണ്ട്, അതായത് 2004 നമുക്ക് ലഭിച്ചിട്ടുണ്ട് എമൗണ്ട്, എന്നാൽ അത് 2004ലെ ഇൻകം അല്ല. നമ്മളിവിടെ പറഞ്ഞു സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 2005 ഡ്യൂറിംഗ് 2004. 2004 ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് 2005ലെ ഇൻകം ആണ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അതുകൊണ്ട് ആ 1500 രൂപ നമ്മൾ ലെസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. അടുത്തത് സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2003. 2003 ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള, അതായത് 2003 സബ്സ്ക്രിപ്ഷൻ ആയിരുന്ന എമൗണ്ട്, സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്ന എമൗണ്ട് 2003 750 ആണ്. സബ്സ്ക്രിപ്ഷൻ 2003 സബ്സ്ക്രിപ്ഷൻ ആയിരുന്ന എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഇയറിലാണ്. അത് പക്ഷെ ഈ വർഷത്തെ ഇൻകം അല്ല. ഈ വർഷത്തെ ഇൻകം അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 750 നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 2000 December 2003 എന്ന് പറയുന്നത് അത് നമുക്ക് എന്താണ് കിട്ടാനുണ്ടായിരുന്ന 2003 കിട്ടാനുണ്ടായിരുന്ന വരിസംഖ്യയായിരുന്നു. അത് ഈ എമൗണ്ടിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ 750 നമ്മൾ ലെസ് ചെയ്ത് കാണിക്കുന്നത്. ഈ രണ്ട് ഐറ്റം നമ്മൾ ലെസ് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ 2250 രൂപ നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 14,920. ഈ 14,920 ആണ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡ്യൂറിംഗ് 2004. 2004 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട തുകയാണ് 14,920. ഓക്കെ. അടുത്ത് നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. മുമ്പ് നമ്മൾ പല പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാർച്ച് 2010 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ കൽക്കട്ട സ്പോർട്സ് അസോസിയേഷൻ എക്സ്ട്രാക്ട് ദ ഫ്ലോയിങ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് for the year ended 31st December 2004. After considering the additional information, prepare income and expenditure account for the year ended 31st December 2004. Receipt and payment account നമുക്ക് തന്നിട്ടുണ്ട്. റെസിപ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളത് ഓപ്പണിംഗ് ബാലൻസ് 1,125, സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, ടൂർണമെന്റ് ഫണ്ട് ഉണ്ട്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഉണ്ട്,
എൻട്രൻസ് ഫീ ഉണ്ട്, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ. ഇത്രയും റെസിപ്റ്റ് ആണ്, വരുമാനങ്ങളാണ് തന്നിട്ടുള്ളത്. പേയ്മെന്റ് സൈഡിൽ തന്നിരിക്കുന്നത് ന്യൂസ് പേപ്പർ, റെന്റ്, സാലറി, ഓഫീസ് എക്സ്പെൻസ്, സ്പോർട്സ് എക്യുപ്മെന്റ്, ടൂർണമെന്റ് എക്സ്പെൻസ്, ക്ലോസിംഗ് ബാലൻസ്. ഇത്ര ഐറ്റംസ് നമുക്ക് ക്ലോസിംഗ് സൈഡിൽ അല്ലെങ്കിൽ പേയ്മെന്റ് സൈഡിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31st December 2003 was 450. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് തന്നിട്ടുള്ളത് 450, 2003 ആണ്. 31st December 2004 വന്നിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് 500 ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗും സബ്സ്ക്രിപ്ഷന്റെ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗും ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ₹100 ഓൺ ദ അക്കൗണ്ടിംഗ് ഇയർ 2005. അതായത് 100 രൂപ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്. അത് 2005 എമൗണ്ട് ആണ്. അതായത് ഇവിടെ എന്താണ് 2005 എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ളത് നമ്മൾ അസംഷൻ ചെയ്യണം. നമ്മൾ അസ്യൂം ചെയ്യാം എന്താണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് 100 rupees വന്നിട്ടുള്ളത്. സ്പോർട്സ് എക്യുപ്മെന്റ് വാസ് വാല്യൂഡ് ഓൺ 31st December 2003 ₹550. സ്പോർട്സ് എക്യുപ്മെന്റ് എത്രയാണ്? 550 ആണ് സ്പോർട്സ് എക്യുപ്മെന്റ് വന്നിട്ടുള്ളത്. ഡിസംബർ 2014 അത് അതായത് ഓപ്പണിംഗ് നമുക്കുള്ളത് 550 ആണ്. അത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു സ്പോർട്സ് എക്യുപ്മെന്റ് 1150 വന്നിട്ടുണ്ട് ഈ വർഷം. കൂടാതെ നമുക്ക് ക്ലോസിംഗിൽ വന്നിട്ടുള്ളത് എത്രയാണ്? 1090 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, 1090 ആണ്. അപ്പൊ അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓഫീസ് എക്സ്പെൻസ് 150 2003. 2003 ഓഫീസ് എക്സ്പെൻസ് വന്നിട്ടുള്ളത് എത്രയാണ്? 150 ആണ്. ആൻഡ് whereas 200 is still payable on account of 2004. അപ്പോൾ 2003 ഒരു 150 ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് സ്പോർട്സ് എക്സ്പെൻസ്. അതുകൂടാതെ നമുക്ക് 2004 200 രൂപയും കൂടി പേയ്മെന്റിൽ നമുക്ക് ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും പോലെ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെ ഓഫീസ് എക്സ്പെൻസ് ഇവിടെ ഈ വർഷം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ അഡ്ജസ്റ്റ്മെന്റ് കൂടിയും പരിഗണിക്കണം. ടൂർണമെന്റ് ഫണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റിസിപ്റ്റ്. ടൂർണമെന്റ് ഫണ്ട് ഇവിടെ ക്യാപിറ്റൽ റിസിപ്റ്റ് ആയിട്ട് പരിഗണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാം. അടുത്തൊരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. 2009 ഓഗസ്റ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Yuvadhara Arts and Sports Club furnishes the following information before you, seeking your help for preparation of receipt and payment account. Help them to prepare receipt and payment account as a commerce student. ഒരു commerce student എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് receipt and payment account പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ്: സബ്സ്ക്രിപ്ഷൻ 5500, ഡൊണേഷൻ തന്നിട്ടുണ്ട്, എൻട്രൻസ് ഫീസ്, ടാക്സസ്, സാലറി ആൻഡ് വേജസ്, ലോക്കർ റെന്റ് റിസീവ്ഡ്, ക്യാഷ് ഇൻ ഹാൻഡ്, then electricity charge, telephone charges, honorarium to secretary, sale of old newspaper, insurance premium. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ത് പ്രിപ്പയർ ചെയ്യാനാണ്? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പൊ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന്റെ ഫോർമാറ്റ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ എഴുതാനായിട്ട് പോണത് എങ്ങനെയാണ്? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത്, നമ്മൾ അതിന്റെ ഫോർമാറ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം എഴുതുന്നത് അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമുക്കിവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2100. അതാണ് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് 2100 നമ്മളിവിടെ ആദ്യം എടുത്ത് എഴുതുന്നു. ഇനി നമ്മൾ റെസിപ്റ്റ് സൈഡ് ആണല്ലോ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന വരുമാനങ്ങളാണ് എഴുതേണ്ടത്. വരുമാനങ്ങൾ ഏതൊക്കെയാണ്? സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ്. ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ 5500 എടുത്തെഴുതി. ഡൊണേഷൻ വരുമാനമാണ് 3000 എടുത്തെഴുതി. എൻട്രൻസ് ഫീ വരുമാനമാണ്, അതുകൊണ്ട് എൻട്രൻസ് ഫീ 100 എടുത്തെഴുതി. ടാക്സ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ പേയ്മെന്റ് സൈഡിലേക്കാണ് പോവുക. സാലറി ആൻഡ് വേജസും അത് എവിടേക്കാണ് പോവുക? പേയ്മെന്റ് സൈഡിലേക്കാണ് പോവുക. ലോക്കർ റെന്റ് റിസീവ്ഡ്, റിസീവ് ചെയ്യുന്നതാണ്. റെന്റ് റിസീവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഇൻകം ആണ്. അത് റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 2100 നമ്മളിവിടെ എടുത്ത് എഴുതുന്നു. ഓപ്പണിംഗ് ക്യാഷ് നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞതാണ്. ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ ചാർജ്, ഇതെല്ലാം എന്താണ്?
എക്സ്പെൻസസ് ആണ്, പേയ്മെന്റുകളാണ്. അതൊക്കെ പേയ്മെന്റ് സൈഡിലേക്ക് പോകും. ഹോണറേറിയം ടു സെക്രട്ടറി, സെക്രട്ടറിക്ക് കൊടുക്കുന്ന ഒരു ഹോണറേറിയം ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി കൊടുക്കുന്നതാണ്. അത് തന്നെയാണ് ഒരു എക്സ്പെൻസ് ആണ്, പേയ്മെന്റ് സൈഡിലേക്ക് പോകും. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ വരുമാനമാണ് അതല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അതെന്താണ് നമ്മളിവിടെ റെസിപ്റ്റ് സൈഡിലേക്ക് എടുക്കണം. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ 400 നമ്മളിവിടെ എടുക്കുന്നു. ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരുന്ന തുകയാണ്, അതുകൊണ്ട് അതും പേയ്മെന്റ് സൈഡിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ റെസിപ്റ്റ് സൈഡിൽ ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. നമുക്ക് ഫോർമാറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് ഇനി അടുത്തത്? സാലറി ആൻഡ് വേജസ്. പേയ്മെന്റ് സൈഡിൽ എഴുതുന്നത് ബാക്കിയുള്ള ഐറ്റംസ് എടുത്ത് എഴുതുക. സാലറി ആൻഡ് വേജസ് ഡയറക്റ്റ് എടുത്ത് എഴുതുക 3500. ദെൻ ടാക്സസ് 200. ദെൻ പിന്നെ വന്നിട്ടുള്ളത് ഇലക്ട്രിസിറ്റി ചാർജ് 500 നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ടെലഫോൺ ചാർജ് 450 ഇവിടെ എടുത്ത് എഴുതി. ഹോണറേറിയം ടു സെക്രട്ടറി അതും വരുന്ന ഒരു എക്സ്പെൻസ് ആണ്, പേയ്മെന്റ് ആണ്, അതും 400 രൂപ എടുത്ത് എഴുതി. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എത്രയാണ്? ഇൻഷുറൻസ് പ്രീമിയം വരുന്നത് 150 ആണ് വരുന്നത്, 150. ദെൻ ബാലൻസ് ഫിഗർ ആയിട്ട് നമുക്ക് വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടാണ് നമ്മൾ വരിക. 8900 ആണ് വരിക. 8900 നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണത്. 8900 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ബാലൻസിങ് ഫിഗർ ആണ്. ബാലൻസിങ് ഫിഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് വരെ നമ്മൾ 150 വരെ നമ്മളിവിടെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡ് നമ്മൾ ബാലൻസ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ റെസിപ്റ്റ് സൈഡിൽ വരുന്നത് 14,100 ആണ്. റെസിപ്റ്റ് സൈഡിൽ 14,100ഉം അതിലും കുറവാണ് പേയ്മെന്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ബാലൻസ് എമൗണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എടുത്ത് എഴുതുന്നു. 8,900 ആണ് ബാലൻസ് എമൗണ്ട് ആയിട്ട് വരുന്നത്. 14,100ൽ നിന്ന് നമ്മളിവിടെ ആഡ് ചെയ്ത് കിട്ടിയ എമൗണ്ട് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 8,900 എന്ന ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നത്. അത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ 8,900 ടോട്ടൽ നമ്മൾ രണ്ട് സൈഡിൽ എടുത്ത് എഴുതുന്നു 14,100. ഇങ്ങനെയാണ് നമ്മളൊരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. നമ്മൾ മുമ്പ് പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് കൊണ്ട് ഈ ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ അത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാരണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 2 മാർക്ക്, 3 മാർക്ക്, 4, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം.